ഹായ്, നമുക്കിത് ഈ പൈപ്പ് ക്ലീനേഴ്സ് കൊണ്ടുള്ള ഡാൻസിങ് ലില്ലി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഇതുപോലൊരു വുഡൻ ബേസ് വേണം, പിന്നെ പൈപ്പ് ക്ലീനേഴ്സ്, ഗ്ലൂ, പിന്നെ ഇതുപോലൊരു മാർക്കറോ സ്കെച്ച് പെന്നോ എന്തെങ്കിലും. ഇനി പൈപ്പ് ക്ലീനേഴ്സ് എടുക്കുക. 2 പൈപ്പ് ക്ലീനേഴ്സ് വേണം കേട്ടോ. അത് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ 2 പൈപ്പ് ക്ലീനേഴ്സ് എടുക്കുന്നത് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത്ര നീളത്തിലൊന്നും എന്തായാലും വാങ്ങിക്കാൻ കിട്ടത്തില്ല. നീളമില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൂവിനൊരു ഭംഗി കിട്ടത്തുമില്ല. എന്നിട്ട് ഇതുപോലെ മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ എടുത്തിട്ട് അതിലേക്ക് ചുറ്റി കൊടുക്കുക. സ്കെച്ച് പെൻ ആണെങ്കിൽ കുറച്ച് വീതി ഉള്ളത് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ശേഷം ആ 2 അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നത് ഒരറ്റത്തിന് കുറച്ച് നീളം ഇട്ടേക്കണം. ഇനി അതിൽ നിന്ന് ഇത് നമുക്ക് വേർപെടുത്തി എടുക്കണം. വേർപെടുത്തി എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് പോവാതെ നോക്കിക്കോണേ. ഇനി ആ നീളമുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ആ ഒരു ചുറ്റിയെടുത്ത ഭാഗത്തിന് അകത്തേക്കുന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ആ 2 ഭാഗങ്ങൾ, ആ ബാക്കി വന്ന ഭാഗങ്ങൾ തമ്മിൽ ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ബോൾ പോലെ കിട്ടിയില്ലേ? ഇനി നമ്മൾ ആ ചുറ്റി കൊടുത്ത ഭാഗം ഒന്ന് വിടർത്തിയെടുക്കുക. ആ ബാക്കി കിടക്കുന്ന ഭാഗം നമുക്ക് വേണ്ട കേട്ടോ, അത് കട്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ആ ചുറ്റി കൊടുത്ത ഭാഗമാണ് ഈ പൂവിൻ്റെ ഇതള്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഇനി അത് നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം. അതായത് ഇങ്ങനെ 2 തവണ കറക്കുക. നമ്മൾ എത്ര വട്ടം കറക്കുന്നോ അത്രത്തോളം ആ ഒരു ഇതളിൻ്റെ ഭംഗി കൂടുതൽ കിട്ടും. അതായത് നമ്മൾ ചുറ്റുന്നതനുസരിച്ച് ഇതളിൻ്റെ തിക്നെസ് കൂടും. തിക്നെസ് കൂടിയിരിക്കുമ്പോൾ പൂ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരിക്കും. 2 തവണയോ 3 തവണയോ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഞാൻ 3 തവണ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടേ. ഇനി ആ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ആ ഗ്യാപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കണം. പൈപ്പ് ക്ലീനർ ആയതുകൊണ്ട് നല്ല രീതിയിൽ വളഞ്ഞു കിട്ടും. അത് നമുക്കിങ്ങനെ അടുപ്പിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ല ഞാൻ 3 തവണ ട്വിസ്റ്റ് ചെയ്തെന്ന്. ഇത് 3ാമത്തെ തവണയാണേ. ഇനി നമുക്ക് അതിന് നടുക്ക്, പൂവിൻ്റെ നടുക്കായിട്ട് ഒരു പൂമ്പൊടി പോലെ വരത്തില്ലേ, അതും പിന്നെ സ്റ്റെമ്മുമാണ് സെറ്റ് ചെയ്യേണ്ടുന്നത്. എനിക്കിത് ഈ മഞ്ഞ കളർ പൈപ്പ് ക്ലീനർ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പിങ്ക് കളർ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് മഞ്ഞ ഫേബ്രിക് പെയിൻറ്റ് മുക്കി സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ, അതായത് പച്ച കളർ പൈപ്പ് ക്ലീനറും അതുപോലെ മഞ്ഞ കളറും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ പച്ച കളറിൽ ഇത് ചുറ്റിയെടുക്കുക. എത്ര വീതി വേണോ അതനുസരിച്ച് ചുറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഇത്രയും ചുറ്റിയുള്ളൂ. ശേഷം നമ്മുടെ പൂ എടുക്കുക. അതിന് നടുക്ക് ചെറിയൊരു ഹോള് വരും, അതിലേക്കൂടെ ഇതുപോലെ ഒന്ന് എടുക്കാം. ലില്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതളുകൾ താഴേക്കൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റെം കട്ട് ചെയ്യണം. നമുക്ക് എത്ര നീളം വേണം അതനുസരിച്ച് അത് കട്ട് ചെയ്യാം. കുറച്ചധികം നീളം ഇടുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് ഡാൻസ് ചെയ്യും ഒന്ന് അനങ്ങുമ്പോഴത്തേക്കും. എന്നിട്ട് ഞാൻ ഇത്രയും പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയല്ല, കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ എടുക്കുക. ഇതുപോലെ ഒറ്റ ലെയറായിട്ട് സെറ്റ് ചെയ്താലും ഭംഗിയാണ്. എങ്കിലും അതിൻ്റെ ചുറ്റിനും ഇതുപോലെ ഒരു ലെയറും കൂടെ കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗി കിട്ടും, കുറച്ചും കൂടെ വീതിയിൽ നിൽക്കും. ഇനി അത് രണ്ടും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇലയുടെ ഷേപ്പിൽ ആ അറ്റത്തൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇലകൾ ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു വുഡൻ ബേസ് എടുക്കുക. വുഡൻ ബേസ് കിട്ടിയില്ലെങ്കിൽ കാർഡ്ബോർഡിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതുപോലെ ഈ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഒരു സ്റ്റെമ്മിന് എത്രത്തോളം നീളം വെക്കുന്നോ, ഒരുപാട് നീളം വെച്ചാൽ വളഞ്ഞു പോകും. എങ്കിലും കുറച്ചും കൂടെ നീളം വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇത് ഡാൻസ് ചെയ്തേനെ. നമ്മളിപ്പോൾ ഇത് ഈ കാറിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ വെക്കാൻ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നീളം വെക്കുക. അപ്പം നല്ല രീതിയിൽ ഡാൻസ് ചെയ്യും. അതുപോലെ എടുക്കുന്ന ബേസ് ഉണ്ടല്ലോ, അതും കൂടെ ചെറുതെടുക്കാൻ നോക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു.